ഹാപ്പി വെൽക്കം ടു SJS, ദ സ്പ്ലെൻഡിഡ് ജോൺ ട്യൂവേഴ്സ് സിംഫണി. ന്യൂ ഇയർ ആകുമ്പോൾ നാം എല്ലാവരും ഗോൾ സെറ്റ് ചെയ്യാറുണ്ടല്ലേ? നമ്മൾ കുറച്ചു നാള് ആ ഗോളിന് വേണ്ടി പരിശ്രമിക്കും, പിന്നെ നമ്മൾ ആ ഗോളിന്റെ കാര്യം മറന്നു തന്നെ പോകും. ഇതേപോലെ ഞങ്ങൾ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഞങ്ങൾക്കൊരു ഗോൾ ഉണ്ടായിരുന്നു. 100 ദിവസം കൊണ്ട് 100 വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. ഞങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരി 14-നായിരുന്നു. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഞങ്ങൾ കൃത്യമായി ഈ ചാനലിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് പകുതിയായി. ഇത്രയും മാസങ്ങളിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുകയോ അത് എടുക്കുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ അല്ലാത്ത പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന ക്ലിപ്പിംഗ്സുകളും കുട്ടികളുടെ പ്രോഗ്രാമുകളും അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ചാനലിലെ ഒരു വിധത്തിൽ മൂവ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. ഞങ്ങൾക്ക് എന്താ സംഭവിച്ചത് ശരിക്കും? നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ പറയാറുണ്ട് ആ ഗോൾ എപ്പോഴും സ്മാർട്ട് ആയിരിക്കണമെന്ന്. ഞങ്ങളുടെ ഗോൾ സ്മാർട്ട് ആയിരുന്നു. അതായത് സ്മാർട്ട് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം. നിങ്ങളുടെ ഗോള് ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും അടങ്ങിയതായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ ഗോള് ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല. എന്തായിരിക്കാം അതിന് കാരണം? ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് നേരത്തെ വായിച്ച അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിലെ ഒരു കാര്യം ഓർമ്മ വന്നത്. അതായത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നാം കൃത്യമായ ഒരു സിസ്റ്റം ഫോളോ ചെയ്യണം. അതായത് ഒരു ഗോളിലേക്ക് നമുക്ക് എത്താനായി കൃത്യമായി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ശീലങ്ങൾ. നമുക്ക് നേടേണ്ട ഓരോ ഗോളിനും നാം പാലിക്കേണ്ട ശീലങ്ങളും വ്യത്യാസമാണ്. ഉദാഹരണത്തിന് 70 കിലോ ഉള്ള ഒരാൾക്ക് തന്റെ വെയിറ്റ് 3 മാസം കൊണ്ട് 60 കിലോ ആക്കണമെന്ന് വിചാരിക്കുക. ആ ഒരു വ്യക്തി ഫോളോ ചെയ്യേണ്ട ചില ശീലങ്ങളുണ്ട്, ഒഴിവാക്കേണ്ട ചില ശീലങ്ങളുമുണ്ട്. കൃത്യമായി ഭക്ഷണം കഴിക്കണം, നല്ല ഭക്ഷണം അത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം, ജങ്ക് ഫുഡിൽ ഒഴിവാക്കണം, കൃത്യമായി ഉറങ്ങണം, നന്നായി വെള്ളം കുടിക്കണം, വിശ്രമിക്കണം. ഇങ്ങനെ കൃത്യമായ ഒരു റൂട്ടീൻ അല്ലെങ്കിൽ ശീലങ്ങൾ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് തന്റെ വെയിറ്റ് 3 മാസം കൊണ്ട് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ ഒരു എക്സാം പാസ്സാണെന്ന് വിചാരിക്കുക. ആ എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ നാം കൃത്യമായി നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കൃത്യമായി രാവിലെ ഉണരുക, കൃത്യമായ സമയത്ത് പഠിക്കുക, റിവിഷൻ നടത്തുക, നല്ലതായിട്ട് ഉറങ്ങുക, വിശ്രമിക്കുക. അതുപോലെ നാം ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളാണ് മൊബൈൽ ഉപയോഗം, TV കാണുക, അധികമായ കൂട്ടുകെട്ടുകള്, അമിതമായ ഉറക്കം എന്നിവ. അങ്ങനെ ഓരോ ഗോളിനും വേണ്ട ശീലങ്ങൾ നമ്മൾ ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗോളിലേക്ക് എത്താനുള്ള ഒരു വഴി വളരെ സുഗമമായി തീരും. ഞങ്ങളുടെ ചാനലിന്റെ കാര്യത്തില് ഞങ്ങൾക്ക് പറ്റിയത്, ഞങ്ങൾ ഫെബ്രുവരി മാസം നമ്മൾ പ്ലാൻ ചെയ്തെങ്കിലും 2 മാസം ഞങ്ങൾ ഞങ്ങളുടെ റൂട്ടീൻ ഫോളോ ചെയ്തു. ഇനി അങ്ങോട്ട് ഞങ്ങൾ കൃത്യമായ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗോള് നേടാൻ സാധിച്ചില്ല. ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗോള് നേടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗോള് കൃത്യമായ ഒരു റൂട്ടീൻ ഫോളോ ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.